കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണി തീരാത്ത ദൂതരുമാ. കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണി തീരാത്ത ദൂതരുമാ. വാഴും നിത്യയുഗം രാജാധിരാജന്റെ നിർമ്മല കാന്തയായി. വാഴും നിത്യയുഗം രാജാധിരാജന്റെ നിർമ്മല കാന്തയായി. സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറയായ ദൈവവചന പാഠശാലയിൽ ഈ രാത്രിയിലും നമുക്ക് പാദമൂന്നുവാൻ അവസരം തന്ന ദൈവത്തിനെ നന്ദിയോടെ ഞാൻ ആരാധിക്കുകയാണ്. തിരുവെഴുത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളത്. അത് പൊതുവെ ഒരു പാഠഭാഗമായി എൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. എന്നാൽ ഫിലദൽഫിയ AG ഷാർജ സഭ ആ കാര്യം ഏറ്റെടുത്ത് നടത്തുന്നു. വളരെ അനുഗ്രഹങ്ങളും കൃപകളും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സഭയ്ക്ക്, വിശേഷാൽ അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ റെജി തോമസിനും ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എറ്റേണിറ്റി ടു എറ്റേണിറ്റി അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്നതാണ് വിഷയം. ഇന്ന് ആഗതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ മാധ്യമങ്ങൾ വഴി ദൂരവേ ശ്രമിക്കുന്ന ബഹുമാനരായ എല്ലാവരും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. നമ്മൾ കുറെ കൂടെ ആഴത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് നമ്മൾ ഇന്ന് നീങ്ങുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വിശേഷാൽ ഒട്ടനവധി പേര് എനിക്ക് പേഴ്സണലായിട്ട് ഈ മെസ്സേജ് കേട്ട് ചോദ്യങ്ങൾ തരുന്നുണ്ട്. അവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടെ ഇത് എഴുതിയെടുത്ത് പഠിക്കുന്നവരുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനായി. ഒത്തിരി ദൈവദാസന്മാർ ഈ മെസ്സേജ് കേട്ട് അവരുടെ കയ്യിൽ ബുക്ക് എഴുതിയെടുത്തു എന്ന് ഞാൻ കേട്ടു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് മുമ്പോട്ട് പോകാം. റെജി പാസ്റ്റർക്ക്, കുടുംബത്തിനും സഭയ്ക്കും ആഗതരായിരിക്കും ദൂരെ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി ഓർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള ദൂത് ഇന്ന് കേൾക്കാം. നമ്മുടെ വിഷയം ഇന്ന് സാത്താൻ സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീഴുന്നത് മുതൽ നിത്യനാശത്തിലേക്കുള്ള പതനം വരെയുള്ള ക്രമമായ ഒരു പഠനം പെട്ടെന്ന് നമുക്ക് നടത്താൻ കഴിയും. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് വായിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ആ വായന കേൾക്കാം. From Satan's fall from heaven to his fall into eternal destruction. നിത്യനാശത്തിലേക്ക് നിർമ്മിത സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണ് കിടക്കുന്ന കാര്യം പഠിക്കുന്നുണ്ട്. അവിടെ മുതൽ നിത്യനാശത്തിലേക്കുള്ള അവൻ്റെ പതനം. കുറച്ചുകൂടെ തെറിച്ച് പറഞ്ഞാൽ വെളിപ്പാട് 12, യെശയ്യാവ് 14 അടിസ്ഥാനമാക്കി സ്വർഗത്തിൽ നിന്ന് അവൻ വെട്ടേറ്റ് വീഴുന്നത് മുതൽ നിത്യമായ നരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് അവൻ പതിക്കുന്നത് വരെയുള്ള ഒരു യാത്രയാണ് ഇന്ന്. നമുക്ക് ഒന്നിച്ച് അതിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. നമുക്ക് പതനങ്ങൾ ക്രമമായിട്ടൊന്ന് വായിക്കാം. പതനങ്ങൾ ക്രമമായി. 1. സിയോനിൽ നിന്നുള്ള പതനം, ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്നുള്ള വേർപാട്. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. സിയോനിൽ നിന്ന് അവനെ തള്ളി. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിന്നുള്ളൊരു വേർപാടാണെന്ന കാര്യം അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിന്നുള്ള ഒരു വലിയ വേർപാടാണ് അവന് സംഭവിച്ചത്. അത് ഇംഗ്ലീഷിലും വായിക്കാം. Falls in order. First, the fall from Zion, separation from God's sovereignty. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിന്ന് ബന്ധം വിട്ടുപോയതാണത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിന്നുള്ള ബന്ധം വിട്ടുപോയാൽ എല്ലാം പോയി എന്ന കാര്യം മനസ്സിലാക്കുക. അത് സംഭവിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചത്. ഇനി രണ്ടാം ഭാഗത്തേക്ക് നമുക്കൊന്ന് വായിക്കാം. 2. സ്വയമായി കണ്ടുപിടിച്ച ഭാഷയിൽ നിന്നും
അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നുമുള്ള ചിന്താതീതമായ പതനം. Second, the unthinkable fall from self-invented dominance and the pinnacle of arrogance. ഇവൻ അഹങ്കാരത്തിന്റെ കൊടുമുടിയാണ് നമ്മൾ സ്വർഗത്തിൽ ചെന്നവൻ വാഴുന്നത് കണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. സ്വർഗത്തിൽ ചെന്നവൻ വാഴുന്നു. ആ വാഴ്ച അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. അവിടെ നിന്ന് വീഴുന്ന പതനം ചിന്തയിൽ ഒതുങ്ങുന്നതല്ല, വളരെ ചിന്തിക്കേണ്ടതുണ്ട്. ഞാനൊരു ചെറിയ ഭാഗം നിങ്ങളോട് ഓർപ്പിക്കാം. പ്രൈസ് ഗോഡ്. വായിക്കാം നമുക്ക് അടുത്തത്. The fall from Zion. Ezekiel 28 verses 16. Eternal separation from the truth and from the unique relationship of God's sovereignty. സത്യത്തിൽ നിന്നും ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ അതുല്യമായ ബന്ധത്തിൽ നിന്നുമുള്ള ശാശ്വതമായ വേർപാട്. ആ വാക്ക് ഒന്നുകൂടെ വായിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഒന്ന് എഴുതി വെച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇപ്പൊ കാണുന്നത്. വായിച്ചാട്ടെ മോളെ. സത്യത്തിൽ നിന്നും ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ അതുല്യമായ ബന്ധത്തിൽ നിന്നുമുള്ള ശാശ്വതമായ വേർപാട്. സത്യം എന്നത് രണ്ട് നിലയിലാണ് കാണേണ്ടത്. ഐ ആം ദ ട്രൂത്ത്. ക്രിസ്തു പറഞ്ഞതാണ് ഐ ആം ദ ട്രൂത്ത്. അത് ഒന്നാണ് ദൈവം സത്യമാണ് എന്ന കാര്യം തെളിയിക്കുന്നത്. അപ്പം ദൈവത്തിൽ നിന്നുള്ള വേർപാട്. സത്യം എന്നതൊരു വസ്തുതയാണ്, അതിൽ നിന്നുമുള്ള വേർപാട്. അപ്പം ദൈവത്തിൽ നിന്നും വസ്തുതയിൽ നിന്നുള്ള വേർപാട് വളരെ അപകടകരമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അതാണ് അവന് സംഭവിച്ചത്. സിയോനിൽ നിന്നുള്ള വീഴ്ച അതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ചിന്തിക്കാനുണ്ട്. First disaster brought about by pride. അഹങ്കാരം വിളിച്ചു വരുത്തിയ ആദ്യത്തെ ദുരന്തം. അവന്റെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിലും, അവന്റെ പ്രത്യേക ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ഉള്ള ആദ്യത്തെ ഡിസാസ്റ്ററാണിത്. ആദ്യത്തെ ദുരന്തമാണിത്. സിയോനിൽ നിന്ന് തള്ളപ്പെട്ടത്. ചിന്തിക്കണം, സത്യത്തിൽ നിന്ന് വഴുതി പോയാൽ എന്നേക്കുമായിട്ടുള്ളൊരു വേർപാടുണ്ടാകുക. അതുകൊണ്ട് വെളിപ്പാട് 21:8 നിങ്ങളുടെ അകത്തിരിക്കട്ടെ. ഞാൻ ഇപ്പോൾ തെളിയിക്കുന്നില്ല, പിന്നീട് തെളിയിക്കുന്നതാണ്. സത്യത്തിൽ നിന്നൊരാൾ വേർപെട്ടാൽ അത് വലിയ ദുരന്തമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇന്ന് ചർച്ചകൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇവൻ്റെ പിന്നാലെ പോകുന്നതാണ്. സത്യത്തിൽ നിന്ന് വേർപെടുക രാഷ്ട്രങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം തന്നെയാണ്. സത്യത്തിൽ നിന്ന് വേർപെടുക, വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുക. അതുകൊണ്ട് വേൾഡ് നേഷൻസും ബൈബിളിൽ പറയുന്ന രണ്ട് ഹോളി നേഷനാണുള്ളത്. ഒന്നുകൊണ്ട് എടുത്തു പറയട്ടെ, ബൈബിളിൽ പറയുന്ന രണ്ട് ഹോളി നേഷൻസാണ്. ആ രണ്ട് വിശുദ്ധ രാഷ്ട്രങ്ങളും ഇന്നുള്ള 193 പ്ലസ് 2 195 രാഷ്ട്രങ്ങളും 4200 മതങ്ങളും 45,000 ക്രിസ്തീയ സംഘടനകളും 102 ഇസങ്ങളും എൻ്റെ വായനയിൽ ഞാൻ മനസ്സിലാക്കിയത് അറിയണം. സത്യത്തിൽ നിന്ന് വേർപെട്ടാൽ ആ വേർപാട് കനത്ത ദുരന്തത്തിലേക്ക് പോകും. അപ്പം സത്യമാണ് വലുത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇവിടെ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠമാണ്. ഓരോന്നും കൂടെ നമുക്ക് വായിക്കാം. The historical record marks pride as the catalyst for the very first catastrophe. ആദ്യത്തെ ദുരന്തത്തിന്റെ ഉത്തേജകമായി ചരിത്രരേഖ അഹങ്കാരത്തെ അടയാളപ്പെടുത്തുന്നു. ഈ ഒരു വലിയ അറിവ് ഉണ്ടാകണം. അവന്റെ അഹങ്കാരം ഉള്ളിൽ കയറാൻ തുടങ്ങിയപ്പോൾ സിയോൻ ലോകത്തിലുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണ്. യഹോവയുടെ വാഴ്ച കേന്ദ്രമാണ്. യെശയ്യാവ് 24:23, യോവേൽ 3:17 തുടങ്ങി എത്രയോ സ്ഥലങ്ങളിലുണ്ട്. അവിടെ നിന്നാണ് അവന് വാഴ്ച നഷ്ടപ്പെട്ടത്. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക, ഒരു ദുരന്തത്തിൻ്റെ ഉത്തേജകമായ ചരിത്രരേഖ അഹങ്കാരമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അഹങ്കരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിൽ, അഹങ്കരിക്കുന്ന സഭയുണ്ടെങ്കിൽ, അഹങ്കരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, അഹങ്കരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അറിഞ്ഞോളാം, ചരിത്രരേഖയായി ഒരു അടയാളപ്പെടുത്തുന്ന ദിനങ്ങൾ നിങ്ങൾക്ക് വരും. അപ്പം അതിൽ നിന്ന് മാറുവാൻ വിനയം വേണമെന്ന് ഓർപ്പിച്ച് ഈ ഭാഗം, ഒന്നാം ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. ഇത് പഠിച്ചതാണ്, എന്നാൽ ഇതിനകത്തൊരു പാഠം നമുക്കൊന്ന് അറിയണം. വായിക്കാം. Second, fall from heaven to earth. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന വരവാണത്. ആ വരവിനെ കുറിച്ച് കൃത്യമായി നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. This fall is a direct consequence of self-discovered dominion, marking the
ultimate catastrophe of boundless pride. 1 John 5 verses 19. ഈ പതനം സ്വയം കണ്ടെത്തിയ ആധിപത്യത്തിന്റെ നേരിട്ടുള്ള അനന്തരഫലമാണ്. അതിരുകളില്ലാത്ത അഹങ്കാരത്തിന്റെ ആത്യന്തിക ദുരന്തത്തെ അടയാളപ്പെടുത്തുന്നു. ഈ വാക്ക് നമ്മളൊന്ന് പഠിക്കുന്ന നല്ലതാണ്. അവനെ ദൈവം ഏൽപ്പിച്ച അധികാരമല്ല സ്വർഗത്തിൽ ചെന്ന് വാഴുവാനുള്ളത്. നമ്മൾ കണ്ടു, അവൻ സ്വർഗത്തിൽ വാഴുന്നു, ഭൂമിയിലും വാഴുന്നു. സ്വർഗത്തിൽ ചെന്ന് വാഴാനായി ദൈവം അവനെ അധികാരപ്പെടുത്തിയിട്ടില്ല. തിയോക്രാറ്റിക് കിങ്ഡത്തിൻ്റെ അധികാര മേഖലയിൽ ഉൾപ്പെട്ട കാര്യം അതല്ല, അവൻ ഏർപ്പെടുത്തിയിട്ടില്ല. അവൻ സ്വയം കണ്ടെത്തിയ അധികാരമാണ്. ഈ കാര്യം ഇന്ന് ലോകം മുഴുവൻ പഠിക്കേണ്ടതാണ്. സ്വയം കണ്ടെത്തുന്ന അധികാരങ്ങൾ അത് ലോക്കൽ സഭകളിലുണ്ട്, സെൻട്രൽ തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്, എന്തിനേറെ രാഷ്ട്രമേഖലയിൽ ഏറെയാണ് സ്വയം കണ്ടെത്തുന്ന അധികാരങ്ങൾ, ആധിപത്യങ്ങൾ. അത് കൊണ്ടെത്തിക്കുന്നത് വലിയ ദുരന്തത്തിലാണ്. ആധിപത്യത്തിൻ്റെ നേരിട്ടുള്ള അനന്തരഫലം എന്താണ്? അതിരുകളില്ലാത്ത അഹങ്കാരത്തിൻ്റെ ആത്യന്തിക ദുരന്തത്തെ അടയാളപ്പെടുത്തുകയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ഈ ദുരന്തത്തിൻ്റെ അടയാളപ്പെടുത്തൽ ദൈവം വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതെല്ലാ വിശ്വാസികളും എല്ലാ ലോകക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു പച്ച പരമാർത്ഥമാണ്. സ്വയമായി കണ്ടെത്തുന്ന ആധിപത്യ അധികാരവാശി, അഹങ്കാരം, അത് എൻ്റേതാണ്, ഞാൻ കണ്ടെത്തിയതാണ്, ഇനിയും പിടിക്കും എന്ന് പറയുന്ന ആധിപത്യ അഹങ്കാരവാശി ഇന്ന് കളഞ്ഞില്ലെങ്കിൽ സ്ഥിരമായി അത് അടയാളപ്പെടുത്തും ദൈവം. നാട്ടുകാർക്ക് വായിക്കാനുള്ള ഒരു വലിയ ഡിസ്പ്ലേ ആയി മാറും ആ വ്യക്തി, ആ കുടുംബം, ആ സഭ. അതുകൊണ്ട് ഇന്ന് വളരെ ബഹുമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് സ്വീകരിക്കേണ്ടത് വിനയമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് വ്യക്തമായി പറയാം, ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും അഹങ്കാരത്തോടുള്ള അകൽച്ചയും നമ്മുടെ മുഖമുദ്രയായിരിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും അഹങ്കാരത്തോട് അകൽച്ചയും ഇന്ന് ജീവിതത്തിൽ സമ്പാദിക്കുവാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ എൻ്റെ ദൈവത്തിന് വേണം എന്ന് പറഞ്ഞ മുഖവുര ഞാനിവിടെ നിർത്താൻ പോകുകയാണ്. വായിക്കുക, ഇതും കൂടെ വായിച്ചാട്ടെ മക്കളെ. This narrative illustrates the fatal consequence of self-exalting pride, it culminating in the complete collapse of pride. സ്വയം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ മാരകമായ അനന്തരഫലമാണ് ഈ വിവരണം വരച്ചു കാട്ടുന്നത്. അഹങ്കാരത്തിന്റെ പൂർണ്ണമായ തകർച്ചയിൽ കലാശിക്കുന്നു. എല്ലാവരും ഒന്ന് കേൾക്കണം. സ്വർഗത്തിൽ നിന്ന് അവന് വെട്ടിയിടുന്ന സമയം നിങ്ങൾക്കറിയാമല്ലോ. 4-ാം യുഗത്തിൻ്റെ 1260 ദിവസങ്ങൾ തീരുന്ന സമയത്ത്, 7-ാം മുദ്ര ഊതുന്ന സമയത്ത്, അഥവാ പകുതി അവസാനിക്കുന്ന സമയത്ത് വലിയ യുദ്ധത്തോടു കൂടിയാണ് അവനെ താഴെ ഇറക്കുന്നത്. മീഖായേലും സൈന്യവും ചെന്ന് അവനോടും അവൻ്റെ സൈന്യത്തോടും ശക്തമായ യുദ്ധം നടത്തിയിട്ടാണ് അവനെ ഇവിടെ താഴെ ഇറക്കുന്നത്. ഇത് സംഭവിച്ചു എന്ന് ധരിക്കുന്നവരാണ് പലരും. സംഭവിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. അത് വരാനിരിക്കുകയാണ്. അതെന്തിനു വേണ്ടി? നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു വലിയ മാരകമായ രോഗമാണ് അഹങ്കാരം. സ്വന്തമായി ഉയർത്തിപ്പിടിച്ച അഹങ്കാരമാണത്. സ്വന്തമായി ഉയർത്തിപ്പിടിച്ച അഹങ്കാരം. 26ഓളം ഡിഗ്രിയുള്ള നമ്മുടെ മുൻ രാഷ്ട്രപതി, നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിന് പോലും ഇല്ലാത്ത അഹങ്കാരം ഒരു MTH കഴിയുമ്പോഴേക്ക് കയറി വരുന്നത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അതൊക്കെ ഉത്തേജകമായ, പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത വല്ലാത്ത രീതിയാണത്. അത്തരം ഉത്തേജകമായ അഹങ്കാരങ്ങൾ അനാവശ്യമാണ്. ഇത് നിങ്ങൾ താഴെ ഇറക്കി വെക്കണമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും ശാന്തമായി ഓർപ്പിക്കുകയാണ്. നമുക്ക് തിരുവഴുത്തിലേക്ക് കടക്കാം. വിനയം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ കാര്യത്തിലേക്ക് എല്ലാവരും വരണമെന്ന് ഞാൻ വിനീതമായി ഓർപ്പിക്കുകയാണ്. നമുക്ക് 2-ാം ഭാഗത്തേക്ക് കടക്കും മുമ്പ് അഹങ്കാരത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞ വാക്യങ്ങൾ മാത്രം വായിക്കുകയാണ്. ആവശ്യക്കാർക്ക് ഇന്ന് നോട്ടെടുക്കാം. എല്ലാം ഞാൻ എഴുതിയിട്ടില്ലെങ്കിലും ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. വായിച്ചാട്ടെ മോളെ. സദൃശവാക്യം 11:12.
അഹങ്കാരവും ലജ്ജയും. സദൃശ്യവാക്യം 8:13. അഹങ്കാരവും ഡംബവും. അഹങ്കാരം ഉണ്ടെങ്കിൽ ലജ്ജ വരുത്തും ദൈവം. അഹങ്കാരവും ഡംബവും കാണിക്കുന്നവൻ സൂക്ഷിക്കണം. ലജ്ജിക്കാതെ കൊണ്ട് തലതാഴ്ത്തിക്കുന്ന പരിപാടി എന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. 2 ആവർത്തന പുസ്തകം 17:12. ശുശ്രൂഷകർക്കെതിരെ അഹങ്കാരം. ഇയ്യോബ് 35:12. ദുഷ്ടന്മാരുടെ അഹങ്കാരം. 1 ശമൂവേൽ 2:3. വായിൽ നിന്ന് അഹങ്കാരം. ഇവിടെ ആവർത്തനം 17:12 ഒന്ന് ശ്രദ്ധിച്ചു പോവുക. കർത്തൃദാസന്മാർക്കെതിരെ അഹങ്കാരം കാണിച്ച് കൊടി ഉയർത്തിയാൽ ആ ഉയർത്തുന്നവനോട് പറയുകയാണ് അധികം വേരില്ല അവനെ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. കർത്തൃദാസന്മാരുടെ നേരെ അഹങ്കാരം കാണിച്ചാൽ അവന് വേരില്ല എന്ന കാര്യം അറിയണം. അവൻ്റെ വേര് ബലഹീനമായി പോകും. അതുകൊണ്ട് ദൈവദാസന്മാർക്കെതിരെ അഹങ്കാരം കാണിക്കരുത് എന്നൊരു വാക്കോടെ പറയട്ടെ. ദുഷ്ടന്മാരുടെ അഹങ്കാരം, വായിൽ നിന്ന് വരുന്ന അഹങ്കാരം ഒക്കെ വലിയ ശിക്ഷയാണ്. ഒന്ന് ഓടിച്ചു പോകാം. വായിച്ചാട്ടെ. യിരെമ്യാവ് 49:16. ഒബദ്യാവ് 1:3. അഹങ്കാരം ചതിക്കുന്നു. യെഹെസ്കേൽ 7:10. അഹങ്കാരം തളിർത്തിരിക്കുന്നു. 2 രാജാക്കന്മാർ 19:28. യെശയ്യാവ് 37:29. കോപഭ്രാന്തും അഹങ്കാരവും. തളിർത്ത് പൂക്കുന്ന അഹങ്കാരത്തിന്റെ അടിവേരറക്കുന്ന അവസരം എൻ്റെ ദൈവം ചില ശിക്ഷകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൽ. ആ കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് വളമിടരുത്, അഹങ്കാരത്തിന് വെള്ളമൊഴിക്കരുത്, തളിർക്കാൻ അനുവദിക്കരുത്. ഇപ്പോഴേ അഹങ്കാരത്തിൻ്റെ വേര് നമ്മൾ പറിച്ചു കൊണ്ടുപോകാൻ നല്ലത്. ദൈവം ഇടപെടുന്നു എന്ന കാര്യം നമ്മളെല്ലാവരും അറിയുക. ഇത് നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് എൻ്റെ അകത്ത് ദൈവാത്മാവ് ഈ കാര്യം ഇവിടെ എഴുതണം എന്ന് പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത് കാണിച്ചെന്നേ ഉള്ളൂ. വായിക്കാം നമുക്ക്. യെഹെസ്കേൽ 28:17. 32:19. സൗന്ദര്യത്താൽ ഗർവവും ശിക്ഷയും. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്തത് യിരെമ്യാവ് 50:29. സെഫന്യാവ് 2:10. പരിശുദ്ധനോട് അഹങ്കാരം കാണിച്ചു. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. യഹോവയോട്, പരിശുദ്ധനോട് അഹങ്കാരം കാണിച്ചാൽ പിന്നെ അവന്റെ കാര്യം കഷ്ടമാണെന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അവസാനം വായിച്ചു, ദൈവം ഇതിന് പകരം കൊടുക്കുന്നവനാണ്. ഈ അഹങ്കാരത്തിന് പകരം കൊടുക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നെങ്കിലും അഹങ്കാരത്തോട് യാത്ര പറയാൻ, അല്ലയോ സഹോദരന്മാരെ, യുവാക്കന്മാരെ, യുവതികളെ, മാതാപിതാക്കളെ, സഭാ നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, ചരിത്രത്തിലെ ഉയർന്നവരെ, അഹങ്കാരത്തിന് വേര് പിടിപ്പിക്കരുത്. ഇന്നെങ്കിലും അതിൻ്റെ വേരറുത്തു മാറ്റി വിനയത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ വിനയത്തിലേക്ക് കയറി വരാനുള്ള കൃപ ദൈവം തരട്ടെ. നമുക്ക് മുമ്പോട്ട് പോകാം. 3-ാമത്തെ വാഴ്ച മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. വീഴ്ച. ആ 3-ാമത്തെ വീഴ്ചയും അതിൻ്റെ അനന്തര കാര്യങ്ങളൊന്ന് പഠിക്കാൻ തന്നെയുണ്ട്. ഇന്ന് മുതൽ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. The third fall and the third stage. 3-ാം വീഴ്ചയും 3-ാം ഘട്ടവും. 3-ാമത്തെ വീഴ്ച എന്നത് എപ്പോഴാണ്? ഞാൻ ഒരു വാക്ക് അതിനു മുമ്പ് പറഞ്ഞോട്ടെ. സ്വർഗത്തിൽ നിന്ന് വീഴുന്നതാണ് 2-ാമത്തെ വീഴ്ച, 2-ാമത്തെ പതനം. സ്വർഗത്തിൽ നിന്ന് വീഴുന്നതാണ്. അത് തമ്പുരാൻ തള്ളിയിടുന്നതാണ്. അതിന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നത് നമ്മൾ വെളിപ്പാടിൽ വായിച്ചു. അപ്പോൾ തന്നെ സൈന്യത്തെ അയച്ച് അവനെ വെട്ടിയിടുന്നത് നമ്മൾ വായിച്ചു. ഇനി നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് 3-ാമത്തെ വീഴ്ച സംബന്ധിച്ച് വിശദമായൊരു പാഠഭാഗമാണെന്ന് അറിഞ്ഞിരിക്കുക. അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. വായിച്ചാട്ടെ മോളെ. After 3.5 years of earthly life, Revelation 12:7, 20:3, 12:6, 13:5, 42 months. 12-ാം അധ്യായം 7-ാം വാക്യം മുതൽ 20:3 വരെയും 12:6, 13:5 പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ചില വാക്യങ്ങൾ മോള് വായിക്കും. 12:6, 13:5 ആദ്യം ഒന്ന് വായിക്കാം. വായിച്ചാട്ടെ. വെളിപ്പാട് 12:6. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1250 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. 1260 ദിവസം അഥവാ 42 മാസം, 3.5 വർഷം ഇസ്രായേലിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ വായിച്ചത്. 13:5 കൂടെ വായിക്കണം കൂടെ നമുക്ക് ഒരുമിച്ച്. വെളിപ്പാട്
13:5 വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അതായത് തെറിയോൺ എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിശദാംശം പിന്നീട് ഞാൻ ഓർപ്പിക്കാം. മൃഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃഗത്തിൻ്റെ വാഴ്ച 42 മാസത്തേക്കാണ്, 3.5 വർഷത്തേക്കാണ്, 1260 ദിവസത്തേക്കാണ് മൃഗത്തിൻ്റെ വാഴ്ച. ഈ ഒരു വാക്ക് ഞാൻ ഒന്ന് തെളിച്ചു പറഞ്ഞോട്ടെ. വെട്ടേറ്റ് സ്വർഗത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ പിശാച് ഭൂമിയിൽ ആകെ 3.5 വർഷമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, വെട്ടേറ്റ് വീണ് കഴിഞ്ഞാൽ പിശാച് ആകെ 3.5 കൊല്ലമേ, 3.5 വർഷമേ, 3.5 years മാത്രമാണ് അവൻ്റെ ഭൗമജീവിതം. ഈ ഭൗമജീവിതം കഴിഞ്ഞാൽ പിന്നെ അവനെ തള്ളിയിടുന്നത് പാതാളത്തിലേക്കാണ്. പക്ഷേ ഈ ഭൗമജീവിതത്തെക്കുറിച്ച് വലിയൊരു പുസ്തകം തന്നെ എഴുതാനുണ്ടെന്നാണ് എൻ്റെ അറിവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ഭൂമിയിൽ അവൻ പതിച്ചു കഴിഞ്ഞാൽ 3.5 കൊല്ലമാണ് അവൻ്റെ വാസം. ആ സമയത്ത് എതിർ ക്രിസ്തു വാഴുന്നു. കള്ളപ്രവാചകൻ ഇവിടെ അവനോടൊപ്പം ആയിരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ പൈശാചിക ത്രിമൂർത്തി, ട്രിനിറ്റി ഓഫ് സൈത്താൻ, 3 പേര് ചേർന്ന് വാഴുന്ന രംഗമാണ് ഈ 3.5 കൊല്ലം. 3 പേര് ചേർന്ന് വാഴുന്ന രംഗമാണ് ഈ 3.5 കൊല്ലം. ഈ അറിവിലേക്ക് നമ്മൾ കയറി വരണം. ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം. പിശാചും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും 3 പേര് ഒരുമിച്ച് വാഴുന്ന രംഗമാണ് ഈ 3.5 കൊല്ലം. ചരിത്രത്തിൽ അങ്ങനെ വാഴുന്ന വേറൊരു കാലമില്ല എന്നറിഞ്ഞിരിക്കണം. ഒറ്റപ്പെട്ടൊരു കാലമാണത്. ശ്രദ്ധിക്കുക. 3.5 വർഷം സാത്താനെ ഭൂമിയിൽ തള്ളിയിട്ട ശേഷം എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും പിശാചും കൂടെ ഒരുമിച്ചാണ് വാഴുന്നത്. അന്നത്തെ സംഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. അവിടേക്ക് നമുക്ക് അടക്കാൻ നേരമില്ല ഇപ്പോൾ. പിന്നീട് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് അടക്കാം. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറയട്ടെ. ഇവനെ ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് തള്ളിയിട്ടാൽ അവനെ റിമാൻഡിൽ വെക്കുന്ന ടൈമാണത്. ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് അവനെ തള്ളിവിട്ടാൽ അവനെ റിമാൻഡിൽ വെക്കുന്ന ടൈമാണത്. ആ കാര്യം അറിഞ്ഞിരിക്കണം. പിശാചിനെ റിമാൻഡിൽ വെക്കും. ഇവിടെ വിശാലമായൊരു പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒന്ന് വായിക്കാമോ മോളെ? വെളിപ്പാട് പുസ്തകം 13:5 3.5 വർഷത്തെ ഭൗമിക ജീവിതത്തിന് ശേഷം സാത്താൻ ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് 1000 വർഷത്തേക്ക്. 1000 വർഷം പാതാളത്തിൽ അവൻ കിടക്കും. അതറിഞ്ഞിരിക്കണം എല്ലാവരും. അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ചിന്താർഹമായ കാലമാണ്. 1000 വർഷം അവൻ പാതാളത്തിൽ കിടക്കുന്ന കാലമാണത്. അത് റിമാൻഡിൽ ഇടുകയാണ് അവനെ. പ്രൈസ് ഗോഡ്. Satan from earth to Hades after 3.5 years life to 1000 years. 3.5 വർഷം ശേഷമുള്ള 1000 ആണ്ടിൽ സാത്താൻ പാതാളത്തിൽ കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ഭൂമിയിൽ നടക്കുക എന്നറിയാൻ വളരെ ആഗ്രഹമുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പഠിക്കാത്തതാണ്. അത് കൃത്യമായി നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. വായിക്കാം. വെളിപ്പാട് 19:17 മുതൽ 21 വരെ ദൈവം സാത്താനും അവന്റെ സൈന്യത്തിനും വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന നിത്യതയിലേക്ക് കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും പ്രവേശിക്കും. The false prophet and the Antichrist will enter the eternity that God has set for Satan and his army. Matthew 25 verses 41, Ecclesiastes 3 verses 11. നമ്മുടെ ആദ്യകാല പാഠങ്ങൾ കൃത്യമായി അറിയുന്നവർക്ക് വേഗം മനസ്സിലാകും. നിത്യത മുതൽ നിത്യത വരെയുള്ള ഒരു വലിയ കാര്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ഒരു പോയിന്റ് പഠിച്ചു. സെറ്റ് എറ്റേണിറ്റി, സജ്ജമാക്കിയ നിത്യത. ഇവിടെ സജ്ജമാക്കിയ നിത്യതയെക്കുറിച്ചാണ് പറയുന്നത്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി സജ്ജമാക്കിയ നിത്യതയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 41. ജീന ഉറക്കെ വായിച്ചാട്ട്.
മത്തായി 25:41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കി വച്ചിരിക്കുന്നതാണ്. അതിൽ ആദ്യം ചെല്ലുന്ന പാർട്ടികൾ ആന്റൈ ക്രൈസ്റ്റും ഫാൾസ് പ്രൊഫറ്റുമാണ്. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനുമാണ് ആദ്യമായി ചെല്ലുക. അതെപ്പോഴാ? കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയുകയാണ്, ശ്രദ്ധിച്ചോളൂ. വെളിപ്പാട് 19:17 മുതൽ 21 വരെ വായിച്ചെങ്കിലേ ഈ കാര്യത്തിന്റെ വിശദീകരണം മനസ്സിലാകുകയുള്ളൂ. വായിക്കേണ്ടതാണ്. വായിച്ചാട്ടെ. വെളിപ്പാട് 19:17 മുതൽ 21 വരെ. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും, രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെ മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. അടുത്തത്, മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ള പ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. പിശാചല്ല ആദ്യം അവിടേക്ക് ചെല്ലുന്നത്. ഈ കാര്യം അറിഞ്ഞിരിക്കണം. പിശാചല്ല ആദ്യം അവരുടെ ചെല്ലുന്നത്. ഇവിടെ ചെറിയ ചിന്ത എന്ന് പറയട്ടെ. പരീക്ഷാകാലം 7 വർഷമാണെന്ന് കൃത്യമായി തെളിയിക്കാനുള്ള രേഖയുണ്ട്. ഇല്ലെന്നാണ് ഒത്തിരി പേര് വാദിക്കുന്നത്. കൃപയാൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ കൃത്യമായി ഞാൻ തെളിയിച്ചു തരാം. ആ 7 വർഷം മാത്രമാണ് ഇവരുടെ ദുർഭരണം. എന്നാൽ പിശാചിന്റെ ദുർഭരണം എവിടെ മുതലാണ്? സിയോനിൽ നിന്ന് വീണത് മുതലാണ്. സിയോനിൽ നിന്ന് വീണത് മുതലാണ്. അതുകൊണ്ട് അവൻ ഇവിടെ 1000 വർഷത്തേക്ക് കോപം കത്തിജ്വലിക്കുന്ന 5 മുറികളുള്ള പാതാളത്തിൽ ഒരു റിമാൻഡ് വെച്ചിട്ടുണ്ടെന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പോരാ, ഈ 2 പാർട്ടികൾക്ക് വേണ്ടി സജ്ജമാക്കിയ നിത്യതയിൽ നേരെ പോകാനുള്ള അവസരം ദൈവം ഒരുക്കുന്നുണ്ട്. അവർ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ അത്രയാണ്. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ. അത്രയും പറഞ്ഞ് ആ ഭാഗത്തുനിന്ന് വിടുന്നു. ഇനി നമുക്ക് മുമ്പോട്ട് പോകണം. ഒന്ന് വായിച്ചാട്ടെ മക്കളെ. ഇവിടെ ചിന്താർഹമായൊരു ഭാഗത്താണ് നമ്മൾ വരുന്നത്. Third fall after great events in between 1260 days. Revelation chapter 13 to 19. മൂന്നാമത്തെ വീഴ്ചയുടെ ഭാഗം വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വെളിപ്പാട് 12 മുതൽ വീഴാൻ തുടങ്ങി 13 മുതൽ 19 വരെ നിരവധി സംഭവങ്ങൾ ഒന്നിച്ച് ലോകം കാണാൻ പോവുക. വെളിപ്പാട് 6 മുതൽ 19 വരെ 72 സംഭവങ്ങളുണ്ട്. അതിൽ നല്ലൊരു കൂട്ടം സംഭവങ്ങൾ ഈ പറയുന്ന 3.5 കൊല്ലം കൊണ്ട് നടക്കും. ആ ടൈമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ 3.5 കൊല്ലം അവസാനിക്കുമ്പോൾ പ്രൈസ് ഗോഡ് പിശാചിനെ പാതാളത്തിലേക്ക് തള്ളിയിടുകയാണ്. പാതാളത്തിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ 2 പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. 2 പാട്ടുകൾ വലിയ പാട്ടുകളാണ്. അത് 2 സ്ഥലങ്ങളിലാണ് കേൾക്കുന്നത്. അടുത്തൊരു പ്രോഗ്രാം വായിച്ച മക്കളെ. 2 great songs in 2 places, several wars in this period, Hamengog to Armageddon. ഹമൻഗോഗ് മുതൽ അർമഗദ്ദോൻ വരെ വലിയ യുദ്ധങ്ങളുടെ പ്രോഗ്രാമാണ് 7 വർഷം ബൈബിളിൽ കാണുന്നത്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്. ഹമൻഗോഗ് മുതൽ അർമഗദ്ദോൻ വരെ ഇത് കൃത്യമായി ബൈബിളിൽ എഴുതിയിട്ടുള്ള രേഖയാണ് ഞാൻ പറയുന്നത്. അത്രയും യുദ്ധങ്ങളുടെ വലിയ സമയമാണ് പരീക്ഷാകാലം. അതിൽ ഏറ്റവും വലിയ യുദ്ധരംഗമാണ്
3.5 കൊല്ലം എന്നറിഞ്ഞിരിക്കുക. ഒന്നോടെ ഞാൻ എടുത്തു പറയുന്നു, ഹമൻഗോഗ് മുതൽ ഹർമഗദ്ദോൻ വരെയാണ് 7 വർഷത്തെ യുദ്ധങ്ങളുടെ വലിയ സമയം. പരീക്ഷാകാലം യുദ്ധങ്ങളുടെ കേന്ദ്ര ടൈമാണ്. അതിനെ യുദ്ധങ്ങളുടെ കേന്ദ്ര സമയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ അറിയുക, ഹമൻഗോഗ് മുതൽ അർമഗദ്ദോൻ വരെയുള്ള യുദ്ധമേഖലയിൽ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടക്കുന്നത് പിശാചിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത് മുതലാണ്. പിശാചിനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത് മുതലാണ് ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത്. ഈ ഒരു വലിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. അതിലേക്ക് നമുക്കൊന്ന് കടന്നേ പറ്റൂ. പ്രൈസ് ഗോഡ്. മോളൊന്ന് വായിച്ചേ. The kings of the earth and of the whole world, to gather them to the battle of that great day of God Almighty. ഈ ടൈമിലാണ് ലോക രാജ്യങ്ങളെ മുഴുവനും പിശാചും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും വശീകരിക്കുന്നത്. അത് കൃത്യമായി വെളിപ്പാട് 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 3 ഭൂതാത്മാക്കളെ, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, 3 ഭൂതാത്മാക്കളെ അയച്ച് സർവ്വലോകത്തിലുമുള്ള രാജാക്കന്മാരുടെ സൈന്യങ്ങളെ വശീകരിക്കും. ആ ഭാഗം മാത്രം നിങ്ങൾക്കൊന്ന് വായിക്കാം. പലരും ഡൗട്ടോടു കൂടിയാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. വേദപുസ്തകത്തിലെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വായിച്ചാട്ടെ. വെളിപ്പാട് 16:12 മുതൽ ഒന്ന് വായിക്കൂ ജീനെ. കൃത്യമായി നമുക്ക് നോക്കാം ബൈബിൾ. വെളിപ്പാട് 16:12 മുതൽ 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഈ 3 അശുദ്ധാത്മാക്കൾ വരുന്നതാണ് ആദ്യത്തെ രംഗം. എന്തിനു വേണ്ടി? താഴോട്ട് വായിച്ച മോളെ, എന്തിനു വേണ്ടിയാണത്? ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ ഭൂതാത്മാക്കളെ കൊണ്ട് ഈ 3 പാർട്ടികൾ എല്ലാ രാജ്യത്തിലെ രാജാക്കന്മാരെയും സംഘടിപ്പിക്കും. പിശാച് വീണ് കഴിഞ്ഞാൽ ഈ 3 ആത്മാക്കളെ അയച്ച്, ഭൂതാത്മാക്കളെ അയച്ച് ലോകം മുഴുവൻ വലിയൊരു യുദ്ധത്തിനെ സംഘടിപ്പിക്കുകയാണ്. ഈ കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ യുദ്ധങ്ങളുടെ പുറകിൽ ഭൂതാത്മാക്കളുടെ ഒരു വ്യാപാരമുണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, യുദ്ധങ്ങളുടെ പുറകിൽ ഭൂതാത്മാക്കളുടെ ഒരു വ്യാപാരമുണ്ട്. അത് പഠിച്ചിരിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ തൽക്കാലം ആ ഭാഗം നിർത്തട്ടെ. 8 വിധ ദേവഗണങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നത്. 8 വിധം ബൈബിൾ കൃത്യമായി എഴുതിയിട്ടുണ്ടത്. ആകാശത്തിലും ഭൂമിയിലും ദേവന്മാരുണ്ട്, ഭൂതഗണങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന യഹോവയുടെ മഹാദിവസത്തിൽ, ദൈവത്തിൻ്റെ മഹാദിവസത്തിൽ പിശാചിനെ സ്വർഗത്തിൽ നിന്ന് വെട്ടിയിട്ട് കഴിഞ്ഞാൽ, ഒന്നുകൂടെ എടുത്തു പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, സകല രാജ്യത്തിലെ രാജാക്കന്മാരെയും പട്ടാളങ്ങളെയും യുദ്ധത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഭയങ്കര രംഗമാണ്. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇത് അനുവദിച്ചു കൊടുക്കുന്നത്? ലോകം അറിയണം. ലോകത്തിലെ മുഴുവൻ പട്ടാളക്കാരൊന്നിച്ചാലും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ അതേതുമില്ലെന്നറിയണം. ആമേൻ. ലോകത്തിലെ മുഴുവൻ പട്ടാളങ്ങൾ സംഘടിപ്പിച്ചാലും ഭൂതങ്ങൾ ഒന്നിച്ചു കൂടിയാലും എൻ്റെ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നുണ്ട്. വായിക്കാം 19:16. ഒന്ന് വായിച്ചേ. 19:16. ഇതിൻ്റെ താഴെയുള്ള വാക്യം കൊണ്ട് വായിക്കണം മോള് കേട്ടോ. 16-ാം അധ്യായത്തിൻ്റെ വായിച്ചു നിർത്തിയതിൻ്റെ താഴെ. ഇപ്പോൾ 19:16 വായിച്ചാട്ട്. വെളിപ്പാട് 19:16. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ക്രിസ്തു ഇറങ്ങി വരുന്നത് രാജാതി രാജാവായിട്ടാ, ദൈവാദി ദൈവമായിട്ടാണ്, കർത്താതി കർത്താവായിട്ട് ഇറങ്ങി വരുന്നത്. ആ ടൈമിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും സംഘടിപ്പിച്ച് വലിയൊരു യുദ്ധത്തിൻ്റെ മേഖല ഒരുക്കുകയാണ്.
ആ മേഖലയെക്കുറിച്ച് ഒരു വാക്കൊന്ന് കടന്നു പറഞ്ഞോട്ടെ. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് 4 സഖ്യകക്ഷികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. നമുക്ക് പിന്നാലെ ആ 4 സഖ്യകക്ഷികളെ കാണാം. 4 സഖ്യകക്ഷികളെ സംഘടിപ്പിച്ച് 4 നിന്നാണ് യുദ്ധം ഉണ്ടാകുന്നത്. ആ യുദ്ധത്തിൽ എൻ്റെ കർത്താവ് വരുന്നത് ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായിട്ടാണ്. ആ വരുന്ന യുദ്ധത്തെക്കുറിച്ച് നമുക്കൊരു വാക്ക് പിന്നീട് വായിക്കാം, കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അടുത്തത് 10 Kingdom Confederacy. ഈ ഭൂമിയിൽ ദശരാജ്യ സംഘടന, 10 രാജ്യങ്ങൾ ഒന്നിക്കുന്ന പ്രോഗ്രാം കൃത്യമായി ബൈബിളിൽ പറയുന്നുണ്ട്. ദാനിയേൽ 7-ാം അധ്യായത്തിലുണ്ട്, വെളിപ്പാട് 13-ാം അധ്യായത്തിലുണ്ട്, വെളിപ്പാട് 17-ാം അധ്യായത്തിലുണ്ട്. അവർ ഒന്നിക്കുന്ന രംഗമുണ്ട്. അവരുടെ പരിപാടിയും ഈ സമയത്താണ്. ഇവരൊക്കെ രംഗത്ത് വരുന്നത് ഈ 3.5 കൊല്ലത്തിനുള്ളിലാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ 3.5 കൊല്ലത്തിനുള്ളിലാണ്. അത് ലോകം മുഴുവൻ ഇളകിയിരിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി. എൻ്റെ തമ്പുരാൻ തെളിയിക്കുന്നു, ഏതവൻ ഇളകിയാലും, എത്ര വലിയ രാജ്യങ്ങൾ ഇളകിയാലും, ലോക രാജാക്കന്മാർ മൊത്തം ഇളകിയാലും, എൻ്റെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെയും അഗ്നിയുടെയും മുമ്പിൽ ഇവരെല്ലാം ദഹിച്ചില്ലാതെയാകും എന്നറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് വലിയവൻ എന്നറിയുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. നമ്മുടെ ഈ മീറ്റിങ്ങിൽ ശ്രദ്ധിക്കുക, നമുക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ ഭൂതാത്മാക്കളെ അയച്ച് അവൻ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം വളരെ വലുതാണ്. എന്നാൽ ആ പ്രോഗ്രാം കട്ട് ചെയ്ത് കർത്താവ് നമ്മളെ വിജയിപ്പിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. 10 രാജ്യങ്ങൾ ഒന്നിച്ചാലും ആ ഭാഗം ഒന്നുമില്ലാതെ വരും. കഴിഞ്ഞിട്ടില്ല, അടുത്ത് ഒരു ഭാഗം കൂടെ വായിക്കാം നമുക്ക്. The judgment of the great whore. മഹാവേശി എന്ന് വെളിപ്പാട് 17-ൽ പറഞ്ഞിരിക്കുന്ന 7 മലകളുടെ മേലിരിക്കുന്ന ആ പാർട്ടി, അതേതാണെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എന്നാൽ അറിഞ്ഞിരിക്കണം, അവർക്കും ന്യായവിധി നൽകുന്ന സമയമാണത്. അവർക്കും. അടുത്തത് The judgment of Babylon the Great. വലിയ രാഷ്ട്രമായി നിലകൊള്ളുന്ന ബാബിലോൺ എന്ന് പറയാൻ കാരണമുണ്ട്. ഉൽപ്പത്തി 10 മുതൽ ലോകം മുഴുവൻ കിടുകിട വിറപ്പിച്ച് നിന്ന സാമ്രാജ്യ ശക്തിയായി തീർന്ന ബാബിലോൺ ഒരു രാഷ്ട്ര ബാബിലോണായി വരുന്ന രംഗമുണ്ട്. അവർക്കും എൻ്റെ തമ്പുരാൻ കൃത്യമായ ന്യായവിധി നൽകുന്ന സമയമാണത്. ഇങ്ങനെ ബൃഹത്തായ ന്യായവിധിയുടെ സമയമാണ് 3.5 കൊല്ലം എന്നറിഞ്ഞിരിക്കണം. ഇവിടെ കൃത്യമായി നമ്മുടെ നോട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. ആ സമയത്ത് ഇതാ കേൾക്കുന്ന 2 കാര്യങ്ങൾ വായിക്കാം. എഴുതിയത് 2 songs in millennium. Isaiah 14 verses 1 to 3, 7, 9 to 15. A. On earth. Isaiah 14 verses 7. പിശാചിനെ പാതാളത്തിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ വിഷയം 2 കൂട്ടരുടെ പാട്ടാണ്. ഒന്ന് ഭൂമിയിൽ ജീവിക്കുന്നവരുടെ പാട്ട്, രണ്ടാമത്തെ പാട്ട് കൂടെ കാണിച്ചു തരാം. മോളെ ഒന്ന് വായിച്ചേ. ഇത് New Testament Church saved Israel and saved Gentiles, world peoples. ഇത്രയും പാർട്ടികൾ ഭൂമിയിൽ അന്നുണ്ടായിരിക്കും. പുതിയ നിയമസഭയുണ്ടായിരിക്കും, ഇസ്രായേലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഗണമുണ്ടായിരിക്കും, വാക്യങ്ങളുണ്ട് അതിനെ. പുതിയ ജാതികൾ ഉണ്ടായിരിക്കും. അവർ മാത്രമല്ല, ലോക ജനതയുണ്ടായിരിക്കും. ആ ടൈമിൽ ഒരു പാട്ട് കേൾക്കാം. നമുക്കൊന്നിച്ച് വായിക്കാം. 14-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ മോളെ. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് വായിക്കണം. 2 കൂട്ടരും വായിച്ചാട്ടെ. യെശയ്യാവ് 14:7. സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്ത് പാടുന്നു. സർവഭൂമിയിലും ആർത്ത് പാടുന്ന ഒരു രംഗമാണ് പിശാച് 3ാമത് വെട്ടേറ്റ് പാതാളത്തിൽ വീഴുമ്പോൾ. നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിശാച് വെട്ടേറ്റ് വീഴുമ്പോൾ സർവഭൂമിയിൽ ആർത്ത് പാടുന്ന പാട്ടാ.
അത് വിശ്രമിക്കുന്ന വേളയിൽ നിന്ന് പ്രത്യേകിച്ച് പറയുന്നു. ആ മലയാളം വായിച്ചെഞ്ചീനെ ഒന്ന് കേൾക്കട്ടെ എല്ലാവരും. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്തുപാടുന്നു. ഇംഗ്ലീഷും. Isaiah 14 verses 7. The whole earth is at rest and is quiet. They break forth into singing. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? പിശാച് നിലത്തോട്ട് വെട്ടേറ്റ് വീഴുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് പോകുന്നു. ഇവ പാതാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ രംഗത്തെക്കുറിച്ചൊന്ന് പഠിക്കേണ്ടതാണ്. യെശയ്യാവ് 14:4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ വിശദാംശം മുഴുവൻ കിടക്കുക. ജസ്റ്റ് 4 മുതൽ ഒന്ന് വായിച്ചാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. വായിച്ചാട്ടെ. യെശയ്യാവ് 14:4. വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി. നിർത്തി വായിക്കണം മോളെ. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി. അടുത്തത്. സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. ഭ്രാന്തൻ നഗരം എങ്ങനെയാണ് മുടിഞ്ഞുപോയത്. അടുത്തത്. യഹോവ ദുഷ്ടന്മാരുടെ വടിയും പാടുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? പിന്നെ ഇവരുടെ ദുഷ്ടവാഴ്ചയില്ല, ദുഷ്ടദൃക്കുകളില്ല, ദുഷ്ടനീക്കങ്ങളില്ല. കഷ്ടപ്പെടുത്തുന്ന ദുഷ്ടനീക്കങ്ങളെല്ലാം അന്ന് അറുതി വയ്ക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. ഒരു വാക്കുകൂടെ വായിക്കാനുണ്ട്. വായിച്ച്. വംശങ്ങളെ ഇടപെടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടെ ഭരിക്കുകയും ചെയ്ത. ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവം ഏൽപ്പിക്കുന്ന അരുണോദയ പുത്രനായ ശുക്രൻ, ബാബേൽ രാജാവെന്ന് അറിയുന്ന പുള്ളി വെട്ടേറ്റ് വീണത് മുതൽ എന്തൊക്കെ നടക്കുന്നുണ്ട് വായിച്ചു നോക്കി. ഒരു വാക്കോടെ അവിടെ അറിയേണ്ടതുണ്ട്. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു, അവർ ആർത്തുപാടുന്നു. സരളവൃക്ഷങ്ങളും ലബാനോനിലെ ദേവദാരുക്കളും നിന്നെ കുറിച്ച് സന്തോഷിച്ചു. സകല അറിയപ്പെട്ട വൃക്ഷങ്ങളും സന്തോഷിക്കുകയാണെന്ന്. They are enjoying. Why? അവരെ വെട്ടിക്കൊണ്ടുവന്നിട്ട് വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത്. അവരെ വെട്ടിക്കൊണ്ടുവന്നാണ് കുന്നുകളിലും മലകളിന്മേലും പള്ളികളിലും ആലയങ്ങളിലൊക്കെ വിഗ്രഹം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇനി വെട്ടാൻ ആളില്ലല്ലോ. എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണത്. ഇവൻ വെട്ടേറ്റ് നിലത്ത് വീണു. അവിടുന്ന് പാതാളത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഭൂമി മുഴുവൻ ആർക്കുകയാണ്. വലിയ സന്തോഷം, സ്വസ്ഥത വന്ന സമയമാണ്. ആ ടൈമിൽ പാതാളത്തിലെ പാട്ടും കൂടെ നമുക്ക് ഒന്നിച്ച് കേൾക്കാം. ഒന്ന് വായിച്ച പാതാളത്തിലെ പാട്ട്. Be in the underworld. Isaiah 14 verses 9 to 15. Singers. Revelation 21 verses 8, 13 verses 8, 20 verses 15. Matthew 7 verses 13 and 14, 25 verses 41. Galatians 5 verses 18 to 22. 1 Corinthians 6 verses 9 to 10. ഇന്ന് രാത്രി നിങ്ങൾ മുഴുവൻ ഇരുന്നാൽ പാതാളത്തിൽ പാടുന്ന പാർട്ടികൾ ആരാണെന്ന് കൃത്യമായി കാണാം. ദയവായി ശ്രദ്ധിക്കുക. 21:8, 14:9 മുതൽ 15 വരെ വായിക്കാനുണ്ട്. 21:8 ഒന്ന് വായിച്ച്. വെളിപ്പാട് പുസ്തകം 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. ഈ പാർട്ടികളാണ് പാതാളത്തിൽ ചെന്നിരിക്കുന്നത്. അവരാണ് നേരെ അഗ്നിയിലേക്ക് പോവുക. അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവരൊക്കെ ചേർന്നാണ് ഇവൻ വെട്ടേറ്റ് വീണത് മുതൽ പാട്ട് പാടാൻ തുടങ്ങുന്നത്. ഒരു ശ്രദ്ധ വേണം നിങ്ങൾക്ക്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പാർട്ടികളെ കുറിച്ച് ഒരു വാക്ക് ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് വായിച്ച മോളെ. വെളിപ്പാട് 21:8. എന്നാൽ ഭീരുക്കൾ, 2 അവിശ്വാസികൾ,
3 അറയ്ക്കപ്പെട്ടവർ. 4 കൊലപാതകന്മാർ നമ്മുടെ ഇടയിലുണ്ടോ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊലപാതകനാണ്. അവരോട് ചെല്ലും. സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പോകില്ലെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നന്നായി എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നല്ലൊരു കൂട്ടം ഈ പാട്ട് പാടാൻ പെന്തക്കോസ്തിൽ നിന്നും അവിടെ കാണും, ക്രിസ്ത്യാനികളിൽ നിന്നും അവിടെ കാണും പാട്ട് പാടാൻ. അവരാണെങ്കിൽ നന്നായി നൃത്തം വെച്ച് പാടും, ഉഷിരായി അവന് വേണ്ടി പാടും. അവിടെ ചെല്ലല്ലേ അവൻ. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആരും അങ്ങോട്ട് പോകരുതേ. പ്രൈസ് ദി ലോർഡ്. ആരും അങ്ങോട്ട് പോകരുതേ. വിനയമായി ഓർപ്പിക്കുകയാണ്, അവന്റെ അനുഗാമികളല്ല നമ്മൾ, അവനെ അനുധാവനം ചെയ്യുന്നവരല്ല നമ്മൾ. നമ്മൾ യേശുവിന്റെ അനുഗാമികളാണ്. ഈ ഓർമ്മയിൽ നമുക്ക് പറയാം, അങ്ങോട്ട് പോകേണ്ടവരല്ല. കഴിഞ്ഞിട്ടില്ല, ഓടിച്ചെന്ന് വായിച്ചാട്ടെ മോളെ ആ ഭാഗം. ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ബിംബാരാധികൾ എന്ന വാക്ക് വായിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു വാക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രൈസ് ഗോഡ്. അതെന്താണെന്ന് അറിയണ്ടേ? യിരെമ്യാവ് വ്യക്തമായി പറഞ്ഞിരിക്കുക, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം. ആലയത്തെ നശിപ്പിക്കാനും വൃത്തികേടാക്കാനും വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ളവരുണ്ടോ? അവർ ഓർക്കണം, അവരെ ശിക്ഷിക്കാതെ ദൈവം വിടുകയില്ല. ആലയത്തിൽ വിഗ്രഹങ്ങൾ വെച്ചവർ വഷളത്വം പ്രവർത്തിക്കുന്നു, അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അങ്ങനെയെങ്കിൽ ആലയത്തിൽ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന സിസ്റ്റം ആരൊക്കെ കൊണ്ടുനടക്കുന്നുണ്ടോ അവരെല്ലാവരും അറിഞ്ഞിരിക്കണം, ഇവന്റെ വീഴ്ചയിൽ പാട്ട് പാടാൻ നിങ്ങളും അവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ഇന്ന് ആ വലിയ വിഗ്രഹത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുന്ന പരിപാടി നിർത്തണം. അത് മാറി തിരിച്ചു വന്ന് പറയണം, ഞങ്ങൾ അനങ്ങാപ്പാറയായ വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് ആരാധിക്കുന്നവരല്ല, പ്രൈസ് ദി ലോർഡ്, ജീവനുള്ള ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ്. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ ഉയരേണ്ടതാണ്. നമുക്ക് എറണാകുളത്തെ വലിയ ഗ്രൗണ്ടിൽ ബെഡാ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൈക്കോർട്ടിലെ അറിയപ്പെട്ടൊരു വക്കീൽ, അദ്ദേഹത്തിൻ്റെ കീഴിൽ 26 വക്കീലുമാരുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ DO ആണ്, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും AE ആണ്. അവർ രണ്ടുപേരും ഈ കാറിലുണ്ടായിരുന്നു. പ്രസംഗം കേൾക്കാൻ ആ വലിയ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ ഇവർ വണ്ടി നിർത്തി ചില്ല് താത്തി പ്രസംഗം മുഴുവൻ കേട്ടു. അവർ വീട്ടിൽ ചെന്നിട്ട് 2-ാമത്തെയോ 3-ാമത്തെയോ നിലയിലിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം വാരിക്കോരി ചാക്കിനകത്ത് കെട്ടി ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി കത്തിച്ചു. ഇനി ഞങ്ങൾ മരമുട്ടിക്ക് മുട്ടുമടക്കാനില്ലെന്ന് പറഞ്ഞു. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ വക്കീൽ കേട്ടോ, എൻ്റെ സ്നേഹിതരാണ്. അദ്ദേഹം ഇന്ന് നല്ലൊരു വിശ്വാസിയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു. സ്നേഹിതരെ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ മുട്ടുകുത്തുന്ന പരിപാടി വേണ്ട, ആലയത്തിൽ പോയി മുട്ടുകുത്തുന്ന പരിപാടി വേണ്ട. എന്തിന്? വിഗ്രഹത്തിന് മുമ്പിൽ, അനങ്ങാത്ത വിഗ്രഹത്തിന് മുമ്പിൽ. കാരണം ഇവൻ പാതാളത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളും അവിടെ പാട്ട് പാടാൻ കാണും എന്നറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ 2 പാട്ടുകൾ പാടുന്ന വലിയൊരു രംഗമാണ് ഇനി കാണാൻ പോകുന്നത്. 1000 ആണ്ടിൽ ഭൂമിയിൽ പാടുന്നത് എല്ലാവരുമാണ്. പ്രൈസ് ഗോഡ്. ഭൂമിയിൽ പാടാനുള്ള റീസൺ എന്താ? മഹാരാജാവായ ക്രിസ്തു വാഴാൻ ആരംഭിച്ചിരിക്കുകയാണ്. മഹാരാജാവായ ക്രിസ്തു വാഴാൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്താ പാതാളത്തിൽ പാടാൻ കാരണം? പാതാളത്തിൽ ഇവൻ വെട്ടേറ്റ് വീണ്, ഇവൻ മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്ന പാട്ടുകൾ വെട്ടേറ്റ് വീണപ്പോൾ അവനെ ഓർത്ത് പാടുന്ന പാട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത്. 14-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള പാട്ടുകൾ. ഒരു വാക്കൊന്ന് വായിച്ചോളൂ, ഒരു ഭാഗം വേഗം വായിച്ചാട്ടെ മോളെ. യെശയ്യാവ് 14:9 മുതൽ 15 വരെ. നിന്റെ വരവിങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും പ്രേതന്മാരെ ഉണർത്തും. മരിച്ചവരുടെ ആത്മാക്കൾ അവിടെ ചെന്നിട്ടുണ്ട്. അവരെല്ലാവരും ഉണർത്തി പാട്ടിന് വേണ്ടി.
അപ്പം അവിടെ ചെല്ലുന്ന എല്ലാ ആത്മാക്കളും ഓർത്തോളം നിങ്ങൾക്ക് ഒന്നിച്ച് പാടാനുള്ള ഡ്രമ്മടിച്ച് പാടാൻ വേണമെങ്കിൽ ഉപകരണങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളൊക്കെ അവിടെ കാണും അല്ലേ. നമ്മുടെ ഏറ്റവും വലിയ ടീം ബാബിലോൺ രാജാവിൻ്റെ ടീമാണ്, പാട്ട് ടീം. ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ യേശുദാസിൻ്റെ ഒന്നുമില്ല. ഏറ്റവും വലിയ ലോകത്തിലെ ടീമിനെ കുറിച്ച് പഠിക്കുകയുണ്ടായിരിക്കും. അവരൊന്നും ബാബിലോൺ രാജാവിൻ്റെ പാട്ട് ടീമിൻ്റെ മൂലയ്ക്ക് ഇറങ്ങാനില്ല. അത്ര വലിയ ടീമാണ് ബാബിലോൺ രാജാവിൻ്റെ. അവിടെ പിശാചിൻ്റെ പാർട്ടികൾ എത്രയൊക്കെയാ, അത് മുഴുവൻ അവിടെ ചെന്നിരിക്കുക പാട്ട് പാടാൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, അവിടെ ഒരു ആരാധന നടക്കും, സങ്കടത്തിൻ്റെ ആരാധന. എൻ്റെ പൊന്നു മോനെ, നീയും ഞങ്ങളെപ്പോലെ വെട്ടേറ്റ് വീണോ, നീയും ഞങ്ങളെപ്പോലെ വെട്ടേറ്റ് വീണോ എന്ന് ചോദിച്ച് ദുഃഖത്തിൽ ആരാധിക്കാൻ പോകുകയാണ്. എന്നാൽ ഉയരത്തിലിരിക്കുന്ന, ഭൂമിക്ക് മീതെ ഇരിക്കുന്ന ദൈവജനം ആർത്തു പാടാൻ പോകുകയാണ്. ഇതിലേത് പാട്ട് പാടാനാണ് നിങ്ങൾ വരുന്നത്? ഇതിലേത് പാട്ടിനെ നിങ്ങളെ കാണും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒന്നെങ്കിൽ മരമുട്ടിയുടെ മുമ്പിൽ, മണ്ണുകട്ടയുടെ മുമ്പിൽ, അതെ, ജീവനില്ലാത്ത, ആത്മാവില്ലാത്ത ഈ ലോകത്തിലെ വലിയ ആരാധനകളുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി പിശാചിനെ വല്ലാതെ കണ്ട് വിഷമിച്ച് കരയാം. അല്ലെങ്കിൽ ജീവൻ തന്ന നമ്മുടെ കർത്താവായ യേശുവിന് വേണ്ടി ജീവിപ്പാൻ തീരുമാനിക്കുക. കഷ്ടമുണ്ടെങ്കിലും, നഷ്ടമുണ്ടെങ്കിലും, ദുഃഖമുണ്ടെങ്കിലും, വേദനയുണ്ടെങ്കിലും, നിന്ദയുണ്ടെങ്കിലും അവനോടൊപ്പം 1000 ആണ്ടിൽ ദൈവത്തെ പാടി ആരാധിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ആ കൈയൊന്നുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. മൂന്നാമത്തെ പതനം പാതാളത്തിലേക്കുള്ള പതനം. പാതാളത്തിൽ വീണ് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ആനന്ദിക്കാൻ പോവുക, വൃക്ഷങ്ങൾ വരെ ആനന്ദിക്കാൻ പോകുകയാണ്. നമ്മുടെ കർത്താവിനോടൊപ്പം നമ്മളും ആ പാട്ട് പാടും എന്നുറപ്പുള്ളവർ എത്ര പേരുണ്ട്? വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും എന്നൊരു പാട്ടുണ്ട്. പാട്ട് പാടാൻ പറ്റുന്ന ജേക്കബ് ജോൺ സാറ് ഇതിനകത്തുണ്ട്. ഡൽഹിയിൽ നിന്ന് സമയം കൊടുക്കാനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സാർ ഇപ്പം പാട്ട് സൂപ്പറായിട്ടൊന്ന് പാടി തന്നേനെ. പ്രൈസ് ദി ലോർഡ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അറിയപ്പെട്ട ഉദ്യോഗസ്ഥൻ, നല്ലൊരു പാസ്റ്റർ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പാടിയത് ഞാൻ കേട്ടു, നല്ല ഹിന്ദി സോങ്. ഇപ്പോൾ പാടിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് പാടിപ്പിക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ മക്കൾ വായിക്കാനുണ്ട്. ആ വീട്ടിൽ ഞാൻ ചെന്നിട്ടുണ്ട്, സന്തോഷമാണ്. നമുക്ക് ഒന്നിച്ച് പാടാം. എൻ്റെ കർത്താവിനോടൊപ്പം ഞാൻ വാഴും, വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഉറപ്പുള്ളവരെല്ലാം കൈയൊന്ന് ഉയർത്തിയാട്ട്. ഞാൻ അവനോടൊപ്പം വാഴും, ഞാൻ അവനോടൊപ്പം വാഴും, ഞാൻ അവനോടൊപ്പം പാടും, ഞാൻ അവനെ ഉയർത്തും. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. മൂന്നാം പതനം അവൻ്റെ സങ്കടത്തിൻ്റെ സമയമാണെങ്കിൽ, മൂന്നാം പതനം നമ്മുടെ കർത്താവിനെ ഉയർത്തുന്ന രംഗമാണ്. നമ്മുടെ നാഥനെ ഉയർത്തുന്ന രംഗമാണ്. രാജാതി രാജാവിനെ, കർത്താതി കർത്താവിനെ ലോകം മുഴുവൻ ഉയർത്തുന്ന വലിയ രംഗമാണ്. ആ രംഗം കാണുവാൻ ഉറപ്പായിട്ടും കാണുന്നവർ എത്ര പേരുണ്ട്? അത് രംഗം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അവനോട് പാട്ട് പാടണം, എനിക്ക് അവനെ ഉയർത്തി പാടണം എന്ന് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? അവനല്ലേ നമുക്ക് വേണ്ടി ജീവൻ തന്നത്, അവനല്ലേ നമുക്ക് വേണ്ടി സങ്കടത്തിൽ ഇടപെടുന്നത്. ഇന്നും നമ്മുടെ സങ്കടം കേൾക്കുന്ന അവനല്ലേ. ഉറക്കെ പറയാമോ, എൻ്റെ കർത്താവ് ജീവിക്കുന്നു, വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. 14-ാം അധ്യായത്തിൻ്റെ അടുത്ത 1-2 വാക്യങ്ങൾ വേഗം വായിക്കണം. നമ്മൾ വായിച്ചതാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ കുത്തിടാം. വായിച്ചെടുത്തതിന് താഴെ. ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരെയൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ? ഇന്ന് ലോകത്തോട് യാത്ര പറഞ്ഞ മാർ അപ്രേം എഴുതിയ 70ഓളം പുസ്തകങ്ങളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം നർമ്മമാണ്. അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് തൻ്റെ കീഴ് ജീവനക്കാരനായ ഒരു അച്ഛനോട് ഇടപെട്ട കാര്യം. അതിങ്ങനെയാണ്. അച്ഛനോട് ഈ ബഹുമാന്യ മാർ അപ്രേം പറയുകയാണ്, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പറയുന്നു, കുറേ പേര് മരിച്ചു, പാതാളത്തിൽ ചെന്നപ്പോൾ അവിടെ നമ്മുടെ ഒരു അച്ഛനെ കണ്ടു. അവിടെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അച്ഛനെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, ഈ നമ്മുടെ അച്ഛനോ?
ഉടനെ അച്ഛൻ പറയുകയാണ്, ഒന്നും മിണ്ടല്ലേ, നമ്മുടെ ബിഷപ്പ് കീഴെ കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവിടെ കുറച്ചുകൊണ്ട് പറയട്ടെ, ഒന്നും മിണ്ടല്ലേ, ഇവരെല്ലാം ഭരിച്ച ദുഷ്ടനായ പിശാചും അവിടെ കിടപ്പുണ്ട്. അതിലേക്കല്ല നമ്മുടെ യാത്ര. നമ്മുടെ യാത്ര രാജാതി രാജാവ് സിയോനിൽ ഇരുന്ന് ചക്രവർത്തിയായി യെരുശലേമിൽ ഇരുന്ന് വാഴുന്ന ആ വാഴ്ചയിൽ അവനെ ഉയർത്തുവാൻ അവനോടൊപ്പം രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നമ്മൾ വാഴുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാണ്. ഇവിടെ ഒരു വാക്ക് നമ്മുടെ മോള് വായിക്കണം. അബിയ, റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സസ് 5 and 6. അത് ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചാൽ നന്നായിരിക്കും. അതോടെ വായിച്ച് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. Revelation chapter 1 verses 5 and 6. And from Jesus Christ, who is the faithful witness and the first begotten of the dead, and the prince of the kings of the earth, unto him that loved us and washed us from our sins in his own blood, and hath made us kings and priests unto God and his Father. ഒരു ഹല്ലേലൂയ പറയാമോ? ആ വാക്ക് എന്നിട്ട് വായിച്ച മോളെ. He made us. And hath made us kings and priests unto God. നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നിയമിച്ചിരിക്കുകയാണെന്ന് അറിയുന്നവർ സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാം. അവൻ രാജാതി രാജാവായി വാഴുമ്പോൾ നമ്മൾ അവനോടൊപ്പം രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വാഴും. ആ ടൈമിൽ ഈ ലോകത്തെ മുഴുവൻ മുടിച്ച, നമ്മെ മുടിക്കാൻ നോക്കിയ, നമ്മളെ ബന്ധിക്കാൻ നോക്കിയ, നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ കരയിപ്പിച്ച, നമ്മളെ നിന്ദിച്ച ദുഷ്ടനും അവന് അനുയായികളും താഴെ കിടന്ന് നിലവിളിക്കുകയാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഒരു ദിവസം നമുക്ക് പാടാൻ വരുന്നുണ്ട്, ഒന്നിച്ച് പാടാൻ കഴിയുന്ന ദിവസം വരുന്നുണ്ട് എന്ന പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരെല്ലാ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ, നല്ല പ്രത്യാശയുള്ളവരെല്ലാം പറയാം, നമ്മുടെ നാഥനെ ലോകം മുഴുവൻ ഉയർത്തുന്ന ഒരു രംഗം വരുന്നുണ്ട്. ഹഗായിൽ പറഞ്ഞല്ലോ, മനോഹര വസ്തു, ലോകത്തിന്റെ മനോഹര വസ്തു എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു വിശദാംശം പിന്നീട് ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ ലോകം മുഴുവൻ കാണുന്ന മനോഹരനായ ക്രിസ്തു അവിടെ ഇരുന്ന് വാഴുമ്പോൾ ലോകത്തിലെ ജനത മുഴുവൻ അവിടെ ചെല്ലുന്ന എഴുതിയിരിക്കുന്നത്. ആമേൻ. ലോകത്തിലെ ജനത മുഴുവൻ അവനെ കാണാൻ ചെല്ലും. ആ കാണാൻ ചെല്ലുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് ബഹുമാന്യ പ്രധാനമന്ത്രി വരുമ്പോൾ ജേക്കബ് സാറിനെ അവിടെ കാണും. പ്രൈസ് ദി ലോർഡ്. എന്തായാലും സാറിനെ കാണാതിരിക്കില്ല. കാണുമ്പോൾ ബഹുമാന്യ പ്രധാനമന്ത്രിക്കൊരു വിഷമം, സാറ് രാജാക്കന്മാരുടെ രാജാവായിട്ടിരിക്കുന്നു, ഞാൻ എന്താ ചെയ്യണം? യെശയ്യാവിൽ എഴുതിയിരിക്കുക, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും 2 കൈയും മുഖത്ത് വെച്ച് പൊത്തി പിടിച്ചിട്ട് കുമ്പിടുവെന്ന് എഴുതിയിരിക്കുന്നേ. പ്രൈസ് ഗോഡ്. ആ സമയത്ത് ഡൽഹിയിലെ ജേക്കബ് സാറ് കൂളായിട്ട് അവിടെ ഇരുന്ന് വാഴുക. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഒപ്പിരുന്ന് വാഴുകയാണ്. നമ്മുടെ മുമ്പിൽ അവർ കുമ്പിടാൻ പോവുക. ബഹുമാന്യ റഷ്യയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പുടിനായാലും വീണേ മതിയാകൂ. കാരണം വാഴുന്നത് രാജാതി രാജാവാകയാൽ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. യെശയ്യാവ് ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. കീഴെ അവർ വിലപിച്ച് കരയുമ്പോൾ ഉയരത്തിൽ നമ്മൾ സന്തോഷത്തോടെ ആർത്തു പാടുകയാണ്. ഇങ്ങനൊരു വലിയ രംഗമാണ് മൂന്നാമത്തെ പതനമെന്ന് അറിയുന്നവർ എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ട്. അതിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു, അതിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. ഇനി ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ച് ആനന്ദിക്കാൻ പോകുകയാണ്. ഈ പ്രത്യാശയോടെ നമുക്കിന്ന് വിട പറയാം. സ്വർഗം നമുക്ക് തന്ന 20ാമത്തെ ക്ലാസ്സിൻ്റെ അനുഗ്രഹത്തിനും ഞാൻ ദൈവത്തെ ഉയർത്തുകയാണ്. ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു, ഗാഡ് ബ്ലസ് യു.